الشيطان نور جماله في وجه آدم كان أول من سجد. ഇബ്ലീസ് സുജൂദ് ചെയ്യാൻ അല്ലാഹ് കൽപ്പിച്ച സമയത്ത് ഇബ്ലീസ് എങ്ങാനും ആദം നബിയുടെ മുഖത്ത് റസൂലുള്ളാഹിന്റെ പ്രകാശത്തെ കണ്ടിരുന്നുവെങ്കിൽ ആദ്യം റസൂൽ ആദം നബിക്ക് സുജൂദ് ചെയ്യുന്ന ആള് ഇബ്ലീസ് ആകുമായിരുന്നു. പക്ഷെ ആ പ്രകാശം കാണാനുള്ള ഭാഗ്യം അല്ലാഹു എല്ലാവർക്കും കൊടുക്കൂല. ആ ഭാഗ്യം ലഭിക്കുന്നവരിൽ അല്ലാഹു നമ്മളെ പെടുത്തി തരട്ടെ. അത് വല്ലാത്തൊരു ഭാഗ്യമാണ്. അതുകൊണ്ടാണല്ലോ അതൊക്കെ നമ്മുടെ ഈമാനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. അതൊക്കെ റസൂലുള്ളാഹി തങ്ങളോടുള്ള സ്നേഹമെന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസവുമായി വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. റസൂലുള്ളാഹിനെ സ്നേഹിച്ചവരാരും എന്തിനേറെ എന്നറിയോ? ഫലസ്തീൻകാരനാകുന്നൊരു ജൂതൻ ഒരു ക്രൈസ്തവ സഹോദരൻ അതാ കടന്നു വരികയാണ്. റസൂലുള്ളാഹിന്റെ വഫാത്ത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ക്രൈസ്തവ സഹോദരൻ ഫലസ്തീൻകാരനാകുന്ന മനുഷ്യൻ കടന്നു വന്നിട്ട് സ്വഹാബത്ത് സങ്കടത്തോടെ ഇരിക്കുകയാണ്. എല്ലാം മദീന മുഴുവനും ഒരു മൂകമായ അന്തരീക്ഷം. അവിടെ വന്നുകൊണ്ട് തൗറാത്തിൽ റസൂലുള്ളാഹി തങ്ങളെക്കുറിച്ച് അറിഞ്ഞിട്ട് റസൂലുള്ളാഹിനെ കാണാൻ വേണ്ടി എത്രയോ ദിവസങ്ങളും മാസങ്ങൾ യാത്ര ചെയ്തുകൊണ്ട് കടന്നു വന്നവരാണ്. അവിടെ വന്നുകൊണ്ട് റസൂലുള്ളാഹിനെ അന്വേഷിക്കുകയാണ്. മദീന പള്ളിയുടെ ചുറ്റുഭാഗത്ത് കൂട്ടം കൂടിയിരുന്ന് കരയുന്ന സ്വഹാബത്തിന്റെ മുന്നിൽ വന്നുകൊണ്ട് ആ ക്രൈസ്തവ സഹോദരൻ അന്വേഷിക്കുകയാണ്. മൻ മിൻകും മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളിൽ മുഹമ്മദ് നബി ആരാണ്? റസൂലുള്ള വഫാത്തായത് ആ മനുഷ്യൻ അറിഞ്ഞിട്ടില്ല. തൻ്റെ നാട്ടിൽ നിന്ന് തൗറാത്ത് വായിച്ചിട്ട് അതിൽ നിന്ന് റസൂലുള്ളാഹിന്റെ വിശേഷണങ്ങൾ പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് ആ നബിയൊന്ന് നേരിട്ട് കാണാൻ വേണ്ടി വന്നതാണ്. ഖുർആനിൽ മാത്രമല്ലല്ലോ റസൂലുള്ളാഹിന്റെ വിശേഷണങ്ങളുള്ളത്, തൗറാത്തിൽ പോലും റസൂലുള്ളാഹിനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. അത് കണ്ടുകൊണ്ട് റസൂലുള്ളാഹിനെ നേരിട്ടൊന്ന് കാണാൻ വന്നതാണ്.